മുഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ ഈണങ്ങൾ നെയ്തൊരു പട്ടുറുമാ തങ്കക്കിനാവുകളായി കാലഭേദങ്ങൾക്കതീതമായി ഋതുമാറ്റങ്ങൾക്കപ്പുറത്തായി സ്നേഹത്തിന്റെ പാൽക്കടലിന് സംഗീതത്തിന്റെ നിറവും താളവും പകരാൻ പട്ടുറുമാലിന് കഴിയും. മാപ്പിള സംഗീതത്തിന്റെ ഹരിത നക്ഷത്രമായി തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് പട്ടുറുമാലിനെ ഞങ്ങൾ പകർന്നു നൽകിക്കൊണ്ടിരിക്കുകയാണ്. പട്ടുറുമാലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെടാം. കോഴിക്കോട് അബൂബക്കർ മാഷ്, സിവില ചേച്ചി, വെൽക്കം ടു പട്ടുറുമാൽ. ഇന്നാദ്യം പോരിഷ റൗണ്ടിൽ എത്തുന്നു അസർ കമ്പിൽ. അലിഫെന്ന മാണിക്കക്കല്ല് അതിലുള്ള പൊരുളൊന്ന് ചൊല്ല്, അഖിലാധിനാഥന്റെ പേര് അതിലാണ് അലിഫിന്റെ നേര്. അലിഫെന്ന മാണിക്കക്കല്ല് അതിലുള്ള പൊരുളൊന്ന് ചൊല്ല്, അഖിലാധിനാഥന്റെ പേര് അതിലാണ് അലിഫിന്റെ നേര്. അലിഫെന്ന മാണിക്കക്കല്ല്. ലാമിലും മീമിലുമുണ്ട് ആലമടങ്കലും കണ്ട്, ഖൈറുൽ വറായെന്നു പണ്ട് ലൗഹിൽ എഴുതി കലം കൊണ്ട് അലിഫെന്ന മാണിക്കക്കല്ല്. ഫുർഖാൻ തുടങ്ങും ഹറഫ് റൂഹാനിയത്തിന്റെ റിസ്ക്, ഉൾക്കണ്ണ് രണ്ടും തുറക്ക് ഉൽപ്പത്തി എന്തെന്നു നോക്ക്. അലിഫെന്ന മാണിക്കക്കല്ല്. അർശും കുർസും പടച്ച് അഖിലവും പോറ്റി ഭരിച്ച് അഹദിന്റെ നാമം
പടച്ച് ഞാനെന്റെ കാലം കഴിച്ച് അലിഫെന്ന മാണിക്കക്കല്ല് അതിലുള്ള പൊരുളൊന്ന് ചൊല്ല് അഖിലാധിനാഥന്റെ പേര് അതിലാണ് അലിഫിന്റെ നേര് അലിഫെന്ന മാണിക്കക്കല്ല് അതിലുള്ള പൊരുളൊന്ന് ചൊല്ല് അഖിലാധിനാഥന്റെ പേര് അതിലാണ് അലിഫിന്റെ നേര് അലിഫെന്ന അസറെ എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക്സ്. നന്നായി പാടി. താങ്ക് യു. ബാക്കിയുള്ളതൊക്കെ ജഡ്ജസ് പറയും. ആയിക്കോട്ടെ. ബൈ ദ വേ, അസറിന്റെ കൂടെ ഇപ്രാവശ്യം ആരാ വന്നിരിക്കുന്നത്? ആരും വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ആരും വന്നില്ലല്ലോ. ഇല്ല ഇല്ല, ആരും. അതെന്താ അങ്ങനെ? കണ്ണൂരിന്ന് ഓടേണ്ട യാത്ര ചെയ്യണല്ലോ. ബുദ്ധിമുട്ടാണോ? നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് പോവാം. ഓക്കെ. അസറിന്റെ പാട്ടിനെ പറ്റിയിട്ടുള്ള കമന്റ്സ്. ഷബ്നത. അസർ ലുക്കിംഗ് ഹാൻസം. താങ്ക് യു. നന്നായിട്ട് പാടി. താങ്ക് യു. അസർ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട് കേട്ടോ. ലുക്കിംഗ് വെരി പ്ലസന്റ്. നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് അസർ. താങ്ക് യു. ഇടയ്ക്ക് ഒരു ചരണത്തിൽ വന്നിട്ട് ഫസ്റ്റ് ലൈൻ കുറച്ചൊന്ന് ഷാർപ്പായിട്ട് കേട്ടു. ശ്രുതി പിച്ചിന്റെ ഒരു പ്രശ്നം. പിന്നെ ഒരു സോഫ്റ്റ് മെലോഡിക് ആയിട്ടുള്ള സിംഗിങ്ങും ആയിരുന്നു. നല്ല സുഖമായിരുന്നു കേൾക്കാനായിട്ട്. പിന്നെ അസർ എനിക്കൊരു ഡൗട്ട് ഉള്ളത്, നമ്മുടെ അനുപല്ലവി ചരണത്തിലെ ലാസ്റ്റ് ലൈൻ ഒന്ന് പാടിയേ. ആ ഒരു സംഗതി വരുന്ന ഒരു ഭാഗമില്ലേ, ലാസ്റ്റ് ലൈൻ. ഫുർഖാൻ തുടങ്ങും ഹറഫ് റൂഹാനിയത്തിന്റെ റിസ്ക് ഉൾക്കണ്ണ് രണ്ടും തുറക്ക് ഉൽപ്പത്തി എന്തെന്ന് നോക്ക് അലിഫെന്ന മാണിക്ക. അവിടെ ആ ഒരു സംഗതിയില് എന്തോ നമ്മുടെ ഈ രാഗത്തുനിന്ന് മാറിയിട്ടൊരു നോട്ടിലൊന്ന് ടച്ച് ചെയ്തിട്ട് പോകുന്നുണ്ട്. എന്തോ അതൊരു ഒറിജിനൽ കേട്ടിട്ടാണോ പഠിച്ചേ? ഒറിജിനൽ കേട്ടില്ല. പ്ലസന്റ് ആയിട്ടുള്ള ഒരു നോട്ടല്ല ആ വരുന്നത്. ആ ഒരു ഭാഗം, ജസ്റ്റ് ഒരു നോട്ടിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്ന അത് രാഗത്തിൽ നിന്ന് മാറിയിട്ട് നമുക്കൊരു എന്തോ ഇങ്ങനെ നമ്മളാക്കുന്ന രീതിയിലുള്ള ആ ഒരു സംഗതിയുടെ അത് അസറിന്റെ പാടിയന്റെ കുഴപ്പമല്ല, ചിലപ്പോൾ പഠിച്ച് വെച്ചിരിക്കുന്ന അങ്ങനെ ആയിരിക്കണം. എന്തായാലും ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കി ആ കുറച്ചൊരു ലൈൻ ഷാർപ്പായത്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അബൂബക്കർ മാഷ്. അതെന്തോ ആ രാഗത്തിന്റെ ബേസിനോട് ചേരാത്തൊരു സ്വരം വന്നോ ഒരു സംശയം. പാടി വരുമ്പോൾ ചേർന്ന മാതിരിയുണ്ട്, എന്നാലും ഒരു സുഖക്കുറവ്. നമ്മൾ പാടി സുഖിപ്പിച്ചിരിക്കുന്ന ഒരു പാട്ടല്ലേ. ആകെ 3 പേരാണ് ഒരു പാട്ടിന്റെ വിജയം. രചയിതാവ് കഴിഞ്ഞാൽ സംഗീത സംവിധായകൻ, പിന്നെ നല്ലൊരു ഗായകന്റെ ശബ്ദം. ബാക്കിയെല്ലാം നമുക്ക് ഇവിടുന്ന് ഉണ്ടാകാവുന്നേ ഉള്ളൂ. ശബ്ദ നിയന്ത്രണം, അതിനെ പറ്റില്ല കവിത ഒന്ന് ഗ്രഹിക്കുക പാടുമ്പോൾ. അത് ഗ്രഹിച്ചുകൊണ്ടാണ് സംഗീത സംവിധായകൻ അതിന്റെ സംഗീതം ചെയ്യണം, അതിനെപ്പറ്റിയ ഒരു രാഗം തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ആ സുഖത്തിൽ നിന്ന് എന്തോ ഒരു വ്യതിചലിച്ച മാതിരി ശ്രദ്ധിച്ചാൽ മതി. അത് തെറ്റാണെന്നല്ല ഞാൻ പറയണത്. നമ്മൾ അതുവരെ കേട്ടുവെന്നും ഒരു സുഖം തോന്നിയില്ല. ആ സുഖത്തൊന്നു അല്പം പിറകോട്ട് പോയ മാതിരി ആ നോട്ട് വന്നപ്പോ അത്രേ ഉള്ളൂ. ചേച്ചി. അസർ നന്നായി പാടി മോനെ. താങ്ക് യു ചേച്ചി. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. എന്നാലും ഈ പാട്ട് വളരെ നന്നായി. അലിഫ് എന്ന ആദ്യ അക്ഷരത്തിന്റെ ആ ഒരു മഹത്വത്തെക്കുറിച്ച് അല്ലേ, നല്ല പാട്ട്. ഞാൻ ഇതുപോലെ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അലിഫെന്നും എന്നും അറിവിന്റെ നാട്ടിൽ ഞാൻ അല്പാൽപമോദി പഠിച്ച പെണ്ണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു പാട്ടുണ്ടായിരുന്നു. അതൊക്കെ പാടി മറന്നു. എന്നാൽ ഞാനത് ഓർമ്മയിൽ നിങ്ങളെ കൊണ്ടുവന്നതെന്ന് മാത്രം. അപ്പോൾ അതിന്റെ ഒരു മഹത്വത്തെക്കുറിച്ച് വളരെ നല്ല വരികളും അതുപോലെ പാട്ടും നന്നായിട്ടുണ്ട്.
ചെറിയ ചെറിയ വളരെ പറഞ്ഞ പോലെ ഇവർ നേരത്തെ പറഞ്ഞ ആ ഫിനിഷിങ്ങിന്റെ ആ ഭാഗത്ത് ഒന്നുകൂടെ ക്ലിയർ ചെയ്തിട്ട് പഠിക്കണം. അപ്പോ ഈ പാട്ട് കേട്ടപ്പോ എനിക്കൊരു പാട്ടും കൂടെ ഓർമ്മ വന്നു. മിനാര മസ്ജിദിൽ ഞാൻ നോവിറക്കി, മിഴി രണ്ടും നിറഞ്ഞ കുളങ്ങളാക്കി, മനം നൊന്തു വിളിപ്പു ഞാൻ തമ്പുരാനെ, കരുണ കൊണ്ടനുഗ്രഹിച്ചിടുവാനേ. അങ്ങനെയൊക്കെയാ പോയത്. പക്ഷെ അതിൽ ലാസ്റ്റ് വരുന്ന ഭാഗമാണ് മോൻ ചെറിയൊരു പ്രശ്നം പോലെ. ആ ഭാഗം വരൂലേ? അപ്പൊ അവിടെ മോൻ ഫിനിഷിംഗ് ഭാഗത്ത് പാടിയപ്പോ ചെറിയൊരു നോട്ട്സിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞ പോലെ അതവിടെ എന്തോ ഒരു ചെറിയൊരു പോരായ്മ പോലെ തോന്നി. അത് മാത്രമേ ചെറിയൊരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതുപോലെ ലാസ്റ്റ് പല്ലവി പാടിയതും കുറച്ച് പിച്ചിങ് പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മോന് കുറെ കൂടെ നന്നായിട്ട് പാടാൻ സാധിക്കും. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. ചെറിയൊരു ടെൻഷനായി പോയോ? സാരമില്ല, ഓവറോൾ എല്ലാം നല്ല കമന്റ്സ് തന്നെയാണ്. അപ്പൊ നമുക്ക് നല്ല മാർക്സ് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഷബ്നത 26.5. അബൂബക്കർ മാഷ് 35. സിബില ചേച്ചി 26.5. പോരിഷ റൗണ്ടിൽ അസറിന്റെ ടോട്ടൽ മാർക്സ് 88 out of 100. അപ്പോ ദി ഹാൻസം അസർ, ഓൾ ദി ബെസ്റ്റ് ഫോർ ദി നെക്സ്റ്റ് റൗണ്ട്. താങ്ക് യു. പ്രാക്ടീസ് വെൽ. ഓക്കെ, താങ്ക്സ്. മൈലാഞ്ചി മഞ്ച് റൗണ്ടിലേക്ക് അടുത്തതായി കടന്നെത്താൻ പോകുന്നത് ഒരു മൊഞ്ചത്തെയാണ്. അശ്വതി.